മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു യുദ്ധത്തിന് കളമൊരുങ്ങുന്നു. ഒരു വശത്ത് ഇസ്രയേൽ, മറുവശത്ത് ഹിസ്ബുള്ള. ഗാസയിലെ ഇസ്രയേൽ അധിനിവേശം അവസാന ഘട്ടത്തിലേക്ക് എന്ന വാർത്തകൾക്കിടെയാണ് വീണ്ടും ഒരു യുദ്ധകാഹളം മുഴങ്ങുന്നത്. എന്താണ് മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്നത്? ആരാണ് ഹിസ്ബുള്ള? യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ലെബനന്റെ ഭാവി എന്താകും? ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പോരാട്ടം പ്രാദേശിക യുദ്ധത്തിലേക്ക്. ഇസ്രയേലിനും ഹമാസിനുമിടയിൽ വെടിനിർത്തൽ കരാർ പരാജയപ്പെട്ടാൽ യുദ്ധം ലെബനനിലേക്കും നീങ്ങുമെന്ന് US ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ്. ഗാസയിലെ ഇസ്രയേൽ അധിനിവേശം അവസാനിക്കാനിരിക്കെയാണ് പശ്ചിമേഷ്യയിലെ ഈ യുദ്ധകാഹളം. 2023 ഒക്ടോബർ 7-നാണ് ഇസ്രയേൽ ഹമാസ് സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത്. അന്നു മുതലേ ഹമാസിന് പിന്തുണയുമായി ഹിസ്ബുള്ള രംഗത്തുണ്ട്. ഇസ്രയേലിനെതിരെ നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. കഴിഞ്ഞ 9 മാസത്തിനിടെ 7400 മിസൈലുകളാണ് ബ്ലൂ ലൈനിന് ഇരുവശത്തുമായി ചെന്നുപതിച്ചത്. ഇസ്രയേലിനും ലെബനനും ഇടയിലെ അതിർത്തി രേഖയാണ് ഈ ബ്ലൂ ലൈൻ. ആക്രമണത്തിൽ 300-ലധികം പേർ ലെബനനിൽ മാത്രം കൊല്ലപ്പെട്ടു. ഇസ്രയേലിന് നഷ്ടമായത് 28 ജീവൻ. 1.5 ലക്ഷത്തോളം പേരാണ് സംഘർഷ മേഖലയിൽ നിന്നും ഇതുവരെ പലായനം ചെയ്തത്. കഴിഞ്ഞ മെയ് മാസം മുതലാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷത്തിന്റെ മൂർച്ച കൂടുന്നത്. ഭീഷണികളും പോർവിളികളുമായി ഇരുകൂട്ടരും കളം നിറഞ്ഞു. ജൂൺ 12-നുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടതോടെ പ്രശ്നം വീണ്ടും രൂക്ഷമായി. ഇസ്രയേലിലെ അതീവ സുരക്ഷാ മേഖലകളിലെ ഡ്രോൺ ചിത്രങ്ങൾ പുറത്തിറക്കിക്കൊണ്ട് തങ്ങളും നിസ്സാരക്കാരല്ലെന്ന് ഇസ്രയേലിന് ഹിസ്ബുള്ള മറുപടി നൽകി. ലെബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സായുധ ഷിയ ഇസ്ലാമിക സംഘടനയാണ് ഹിസ്ബുള്ള. ഒരു മതാധിഷ്ഠിത പ്രസ്ഥാനം എന്നതിനു പുറമെ ലെബനനിൽ ശക്തമായ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഹിസ്ബുള്ള. 1982-ലാണ് ഇതിന്റെ രൂപീകരണം. ദൈവങ്ങളുടെ പാർട്ടി എന്നാണ് ഹിസ്ബുള്ള എന്ന അറബി വാക്കിന്റെ അർത്ഥം. ലെബനനിലെ ഇസ്രയേൽ അധിനിവേശം അവസാനിപ്പിക്കുക എന്നതായിരുന്നു പ്രഥമ ലക്ഷ്യം. സേനയെ വളർത്തിയതും അവർക്കാവശ്യമായ ഫണ്ടും ആയുധവും പരിശീലനവും നൽകുന്നത് ഇറാനാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ ഗോഡ് ഫാദർ ആണ് ഇറാൻ. അറബ് രാജ്യങ്ങൾക്കിടയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇറാൻ കണ്ടെത്തിയ മാർഗമാണ് ഹിസ്ബുള്ളയെന്ന് വിദഗ്ധർ. ഒപ്പം ഇസ്രയേലിനെതിരെയും പാശ്ചാത്യ ശക്തികൾക്കെതിരെയും ഇറാൻ വളർത്തിയെടുത്ത ഷീൽഡ്. നിഴൽ സംഘമായി തുടങ്ങിയ ഹിസ്ബുള്ള പതിയെ ലെബനൻ മണ്ണിൽ ആഴ്ന്നിറങ്ങി. സാമൂഹിക രംഗത്തും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും ഹിസ്ബുള്ള സംഭാവനകൾ നൽകി. രാജ്യത്തിനകത്ത് സമാന്തര ശക്തിയായി അവർ വളർന്നു. ലെബനനിലെ ഔദ്യോഗിക സൈന്യത്തെക്കാളും 10 മടങ്ങ് ശക്തരാണ് ഇന്ന് ഹിസ്ബുള്ള. ലെബനൻ പാർലമെന്റിൽ വ്യക്തമായ സ്ഥാനം നേടിയവർ രാജ്യത്തിനകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക ശക്തിയായി വളർന്നു. ഇന്ന് അറബ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അർദ്ധസൈനിക വിഭാഗമാണ് ഹിസ്ബുള്ള. ലെബനനിൽ മാത്രമല്ല, ഇറാഖ്, സിറിയ തുടങ്ങി മിഡിൽ ഈസ്റ്റിൽ ശക്തമായ സ്വാധീനമുണ്ട് ഇക്കൂട്ടർക്ക്. ഹമാസിനേക്കാളും 10 മടങ്ങ് ശക്തരാണ് ലെബനനിലെ ഈ സായുധ സംഘടന. അതിനാൽ ശത്രുവിനെ അങ്ങനെ നിസ്സാരമായി തള്ളാൻ ഇസ്രയേലിന് കഴിയില്ല. ഹിസ്ബുള്ളയുടെ സൈനിക ശക്തി എത്രത്തോളം എന്നതിനെക്കുറിച്ച് കൃത്യമായ കണക്ക് ലഭ്യമല്ല. US ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരം 45,000 മുഴുവൻ സമയ സൈനികരുൾപ്പെടെ 1 ലക്ഷത്തോളമാണ് ഇവരുടെ സൈനിക ബലമെന്ന് കണക്കാക്കുന്നു. ഒപ്പം 1,50,000-ഓളം അത്യാധുനിക റോക്കറ്റുകളും മിസൈലുകളും ഹിസ്ബുള്ളയുടെ പക്കലുണ്ടെന്നാണ് അനൗദ്യോഗിക കണക്ക്. അവസാനമായി 2006-ലാണ് ഇരു കൂട്ടരും തമ്മിൽ ഫുൾ സ്കെയിൽ യുദ്ധം നടക്കുന്നത്. 36 ദിവസം നീണ്ടുനിന്ന ആ യുദ്ധത്തിൽ ഇസ്രയേലിന് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. എതിരാളി ചില്ലറക്കാരനല്ല. പഴയ ഹിസ്ബുള്ള അല്ല ഇന്ന് സർവ്വസന്നാഹവുമായി യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നതെന്ന് നിരീക്ഷകർ പറയുന്നു. ഇസ്രയേലും ചില്ലറക്കാരല്ല. അത്യാധുനിക മിലിറ്ററി എക്യുപ്മെന്റ്സും ശക്തമായ മിലിറ്ററി യൂണിറ്റും ഇസ്രയേലിനുണ്ട്. യുദ്ധം ഇരു വിഭാഗങ്ങളിലും ഉണ്ടാക്കുന്ന നഷ്ടം കനത്തതായിരിക്കും. സർപ്രൈസിന് തയ്യാറായിക്കോളൂ എന്നാണ് ഇസ്രയേലിന് ഹിസ്ബുള്ള നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇസ്രയേലുമായുള്ള യുദ്ധം ലെബനൻ സർക്കാരിന്റെ തീരുമാനമല്ലെന്നത് വാസ്തവം. ആഭ്യന്തര യുദ്ധങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഇതിനോടകം ലെബനനെ ദുർബലമാക്കി. ആകെ ജനസംഖ്യയുടെ 80% ദാരിദ്ര്യത്തിന്റെ പിടിയിലാണ്. യുദ്ധം രാജ്യത്തെ വീണ്ടും അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളുമെന്നതിൽ സംശയമില്ല. യുദ്ധത്തെ ലെബനൻ ജനങ്ങളോ സർക്കാരോ സ്വാഗതം ചെയ്യുന്നില്ല എന്നത് യാഥാർത്ഥ്യം. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ആശങ്കയോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഹിസ്ബുള്ളയോട് US-ഉം യൂറോപ്യൻ രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധം മഹാദുരന്തത്തിലായിരിക്കും പര്യവസാനിക്കുകയെന്ന് UN ഹ്യൂമാനിറ്റേറിയൻ മേധാവി ആശങ്ക അറിയിച്ചു. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ നേരിട്ടിറങ്ങാത്ത ഇറാനും അമേരിക്കയും ഹിസ്ബുള്ളയ്ക്കെതിരായ യുദ്ധത്തിൽ അടങ്ങിയിരിക്കുമോ എന്നത് സംശയമാണ്. അതേസമയം തങ്ങൾക്കെതിരായ ആക്രമണത്തിൽ ഇസ്രയേലിനെ പിന്തുണച്ചാൽ തിരിച്ചടിക്കുമെന്ന് സൈപ്രസിന് ഹിസ്ബുള്ളയുടെ ഭീഷണി. യൂറോപ്യൻ യൂണിയൻ അംഗമായ സൈപ്രസിലേക്ക് കൂടെ പോർമുഖം തുറന്നാൽ യുദ്ധത്തിന്റെ വ്യാപ്തി എവിടെ വരെ എത്തുമെന്നത് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ്. ലെബനനെതിരെ ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടാൽ
ഇസ്രയേലിനെ തുടച്ചു നീക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അറബ് രാജ്യങ്ങളും ഏറെ ആശങ്കയിലാണ്. യുദ്ധം മേഖലയിൽ ഉണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥ ചില്ലറയല്ല. ചർച്ചകളിലൂടെയും സമവായത്തിലൂടെയും മേഖലയിൽ സമാധാനം പുലർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ലോകം.